നമസ്കാരം. ഇതുപോലത്തെ ഒരു മുഖ്യമന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഇതുപോലെ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചിട്ടും ഉണ്ടാകില്ല. കാരണം സ്നേഹവും ബഹുമാനവും എല്ലാം ചോദിച്ചു വാങ്ങേണ്ടതല്ല, അതെല്ലാം അറിഞ്ഞു തരേണ്ടവർ തരുമ്പോഴാണ് അതിനൊരു പ്രത്യേക സ്വാദ് അല്ലെങ്കിൽ ഒരു പ്രത്യേക മധുരം ഉണ്ടാകുന്നത്. നിലവിൽ പൊതുജനങ്ങൾ നൽകുന്ന നിവേദനങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ ബഹുമാനപ്പെട്ട എന്നൊരു വാക്കും കൂടെ ചേർക്കണം. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ആക്കണം. അതാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. മന്ത്രിമാരുടെ മറുപടിയിലും ബഹു എന്ന് ചേർക്കണമെന്ന് സാരം. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റേതാണ് ഉത്തരവ്. അതായത് മറുപടിയിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ കരുതൽ എടുക്കണമെന്ന് ചുരുക്കം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കിട്ടുന്ന പരാതികൾ പരിശോധിച്ച് നടപടിയെടുത്ത ശേഷം അത് പരാതിക്കാരെ അറിയിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട എന്ന വാക്ക് ചേർക്കേണ്ടത്. ഇത് സെക്രട്ടേറിയറ്റിലെ എല്ലാ വകുപ്പുകൾക്കും കൈമാറിയിട്ടുണ്ട് ഈ ഉത്തരവ്. വിവിധ വകുപ്പുകൾ ഇനി മറുപടികൾ തയ്യാറാക്കുമ്പോൾ സൂക്ഷിക്കണം. അല്ലാത്ത പക്ഷം നടപടികൾ ഉണ്ടാകുമെന്നതാണ് വസ്തുത. എല്ലാ വകുപ്പ് തലവന്മാർക്കും ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റേതാണ് തീരുമാനം. ഇത്തരം ക്ലീശേ വാക്കുകൾ സർക്കാരുകൾ ഒഴിവാക്കുന്ന കാലമാണ്. ഇതിനിടെയാണ് പിണറായി സർക്കാരിന്റെ പുതിയ ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഭരണ പരിഷ്കാര വകുപ്പ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ ഉത്തരവ് എന്ന് വേണം അനുമാനിക്കാൻ. ഏത് സാഹചര്യത്തിലാണ് ഉത്തരവെന്ന് വിശദീകരിക്കുന്നില്ല. സെക്രട്ടേറിയറ്റിലും മറ്റ് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ബഹുമാനക്കുറവ് ഉണ്ടെന്ന തോന്നൽ സജീവമായിരുന്നു. ഇത് മറികടക്കാനാണ് ഫയൽ എഴുത്തിലും ഉത്തരവ് നിർമ്മിക്കുന്നതിലുമെല്ലാം ആ ബഹുമാനം കൊണ്ടുവരണം എന്നൊരു വിലയിരുത്തലുണ്ടായത്. സർക്കാർ വകുപ്പുകൾക്കും ജില്ലാ കളക്ടർമാർക്കും ഓഫീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭരണഘടനാ പദവികളിലെ അഭിസംബോധനകളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന കാലത്താണ് കേരള സർക്കാരിന്റെ ഈ നീക്കം. മന്ത്രിമാർക്ക് ലഭിക്കുന്ന പരാതികൾക്കും അപേക്ഷകൾക്കും മറുപടി നൽകുമ്പോൾ പോലും ഈ നിർദ്ദേശം പാലിക്കണമെന്ന് ഓഗസ്റ്റ് 30 പുറത്തിറങ്ങിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. അണ്ടർ സെക്രട്ടറിയാണ് സർക്കുലറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. എല്ലാ സർക്കാർ വകുപ്പുകൾക്കും ജില്ലാ കളക്ടർമാർക്കും ഓഫീസ് മേധാവികൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ കൂടുതലായി ബഹുമാനിക്കണമെന്നാണ് ഭരണപരിഷ്കാര വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. സർക്കാർ പരിപാടികളിൽ പോലും മുഖ്യനും കൂട്ടർക്കും പേരിനു മുമ്പ് ബഹുമാനമെന്ന് ചേർത്തില്ലെങ്കിൽ ചിലപ്പോൾ ഉദ്യോഗസ്ഥരുടെ പണി പോകും. മിക്കവാറും മന്ത്രിയെ അപമാനിച്ചു എന്ന വിചിത്ര നിയമമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഉത്തരവിറക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഉത്തരവിറക്കിയില്ലെങ്കിൽ വീട്ടിലിരിക്കും. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.